നമസ്കാരം മാഷേ. നമസ്കാരം. മാഷേ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പൊതുവെ അങ്ങനെ സമരങ്ങൾ നമ്മൾ കാണാറില്ല. ജീവനക്കാരോ അധ്യാപകരോ ഒന്നും സമരം ചെയ്യുന്നത് അങ്ങനെ കാണാറില്ല. അതിനൊരു അപവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പിണറായി സർക്കാർ 2016 തൊട്ട് തുടർച്ചയായിട്ട് ഭരിക്കുകയാണല്ലോ. വലിയ സമരങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, പ്രതിപക്ഷത്തിൻ്റെത് ഉൾപ്പെടെ. ഇപ്പോഴിതാ ഈ മാസം 22-ാം തീയതി സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിലേക്ക് പോവുകയാണ്. അതിൽ ഇടതുപക്ഷ സംഘടനകളും LDFിലെ സംഘടനകളും അതിനകത്തുണ്ട്. ഈ രാഷ്ട്രീയത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, സമരങ്ങൾ സ്വാഭാവികമായിട്ടും ഏത് ഗവൺമെൻറ്റിന് എതിരെയും നടത്തേണ്ടതാണ് എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. കാരണം ഗവൺമെൻറ്റുകൾക്ക് പല പരിമിതികളും പല ഘട്ടങ്ങളിലും ജീവനക്കാരുടെ കാര്യത്തിലുണ്ടാകും. ആ പരിമിതികൾ പരിഹരിക്കാനായിട്ട് അവർ നിവേദനങ്ങളും അതേപോലെ തന്നെ ചർച്ചകളൊക്കെ സർക്കാരുമായി നടത്തും. ചിലപ്പോൾ അത് പരിഹരിക്കപ്പെടില്ല. അങ്ങനെ പരിഹരിക്കപ്പെടാതെ വരുന്ന സമയത്ത് അവർക്ക് പിന്നെ ആശ്രയിക്കാവുന്ന ഒരു മാർഗം സമരമാണ്. അങ്ങനെ അവർ സമരരംഗത്ത്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം EMSൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഭരണവും സമരവും എന്നാണ്. അതെ, വളരെ ഒരു പ്രസിദ്ധമാണ്. വശത്ത് അത് വളരെ പ്രശസ്തമാണ്. ഒരു വശത്ത് ഭരിക്കുക, മറ്റൊരു വശത്ത് സമരം ചെയ്യുക. കാരണം വെച്ചാൽ ഭരണത്തിനെപ്പോഴും ജനവിരുദ്ധ സ്വഭാവം ഉണ്ടാവും എന്നുള്ള കാര്യം EMS തിരിച്ചറിഞ്ഞിരുന്നു. അതാണ് കാര്യം. അപ്പം EMS അതുകൊണ്ട് സമരം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളാണ്. പിണറായി പക്ഷേ അങ്ങനെയല്ല. പിണറായി താൻ ചെയ്യുന്നത് ഒക്കെ ശരി, അതിനാരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന മറ്റൊരു തിട്ടൂരം, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇവർ സമരം ചെയ്താൽ അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് തന്നെ ധിക്കരിക്കുന്നവർ എന്ന നിലക്കായിരിക്കും അതിനെ അദ്ദേഹം കണക്കാക്കാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ആ സമരത്തെ അടിച്ചമർത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഗവൺമെൻറ് സമരത്തെ അടിച്ചമർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് അടിച്ചമർത്തപ്പെടാൻ വളരെ എളുപ്പവുമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ വെള്ളാനകളായി മാറിയിട്ട് എത്രയോ കാലം. അവർക്ക് സർക്കാരിൻ്റെ ശമ്പളം എന്നതിനപ്പുറം സർക്കാരിനെ സംരക്ഷിക്കേണ്ടതാണെന്നോ സർക്കാരിന് വേണ്ടി പണിയെടുക്കേണ്ടതാണെന്നുള്ള പൊതു കാഴ്ചപ്പാടില്ല. എല്ലാ ജീവനക്കാരും അങ്ങനെയാണ് എന്ന് നമ്മൾ കണക്കാക്കിയത്. ഒരു ഓഫീസ് നമ്മളെടുത്താൽ ആ ഓഫീസിൽ വളരെ നന്നായിട്ട് പണിയെടുക്കുന്ന, വളരെ ആത്മാർത്ഥമുള്ള, സത്യസന്ധരായിട്ടുള്ള നിരവധി സർക്കാർ ജീവനക്കാരുണ്ട്. 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരു 2-3 പേര് ഇങ്ങനെയുള്ളവരാണ്. ഈ 2-3 പേരാണ് ഈ ഭരണം കൊണ്ടുപോകുന്നത്. ബാക്കി 7 പേരും എന്ന് പറയുന്നത് ഈ ഭരണത്തെ എന്ത് ചെയ്യണം, ആസ്വദിച്ച് ആഘോഷിച്ച് ഒഴുക്കിനനുസരിച്ച് നീന്തി അവർ ശരിക്കും പറഞ്ഞത് ആസ്വദിച്ച് ജീവിക്കുകയാണ്. കിട്ടണത് പോരട്ടെ എന്ന് പറയുന്ന കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. മടിയന്മാർ, ഉത്തരവാദിത്വമില്ലാത്തവർ, ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാത്തവരായിരിക്കും ബാക്കിയുള്ള ആൾക്കാർ. പക്ഷേ ഈ 3 പേര്, 10 പേരിൽ ഈ 3 പേരാണ് എന്ത് ചെയ്യുന്നത്, ഈ സർക്കാർ സംവിധാനത്തിൽ കൊണ്ടുപോകുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. സഖാവ് ഇതൊക്കെ പറയുമ്പോഴും ഈ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. അത് സംസ്ഥാനത്തിൻ്റെ ഖജനാവ് വളരെ ശോഷിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളിൽ വലിയ കുറവുകൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി സർക്കാരിനോടൊപ്പം നിൽക്കേണ്ടവരല്ലേ വാസ്തവത്തിൽ ജീവനക്കാർ? അതിന് പകരം ഇങ്ങനെ സമരം ചെയ്യുന്നത് ശരിയാണ്? അല്ല, അങ്ങനെ പറയുന്നതിൽ കഥയില്ല. കാരണം വെച്ചാൽ സർക്കാർ ജീവനക്കാർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ജീവിക്കണം. അവർക്ക് ജീവിക്കുന്നതിന് സർക്കാർ അനുവദിക്കുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് മുടക്കം കൂടാതെ അവർക്ക് കൊടുക്കണം എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാർ ജീവനക്കാരെന്ത് ചെയ്യണം, അവരുടെ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കണം. ഭംഗിയായിട്ട് അവരെന്ത് ചെയ്യണം, സർക്കാർ കൃത്യമായി ജനസേവനം കൃത്യമായിട്ട് സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി അവരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. പക്ഷേ അവരിൽ ഞാൻ പറഞ്ഞു 10-ൽ 3 പേര് ആത്മാർത്ഥമായിട്ട് ഇതെല്ലാം ചെയ്യും. അവരെ കൊണ്ട് സർക്കാർ ഓഫീസുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് ജീവനക്കാരുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ അതൊക്കെ തടഞ്ഞു വെക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കണം. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തിരിച്ച് ചെയ്യണം. പക്ഷേ അവരുടെ എല്ലാ ആവശ്യങ്ങളും നമുക്കങ്ങനെ തൃപ്തികരമായിട്ട് തോന്നില്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ വിഷയം എന്താണ് അവർ പറയുന്നത്? സെക്രട്ടേറിയറ്റിൻ്റെ കാര്യം, സെക്രട്ടേറിയറ്റിലെ ദ്രോഹ നടപടികൾ, അതായത് കൃത്യസമയത്ത് ജോലിക്ക് വരണം,
ഇടവേളകൾ എടുത്ത് പുറത്തു പോകരുത്, അനാവശ്യമായി പുറത്ത് ചുറ്റിക്കറങ്ങരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെ ദ്രോഹ നടപടികളായിട്ടാണ് അത്തരം വിശേഷിപ്പിക്കപ്പെടുന്നത്. കാര്യങ്ങൾ അവർ സമരത്തിൻ്റെ ഒരു അജണ്ടയായിട്ട് വെക്കാൻ പാടില്ല. കാരണം അത്തരം കാര്യങ്ങൾ സമരത്തിൻ്റെ ഒരു അജണ്ടയായിട്ട് വെച്ചാൽ ജനങ്ങൾ മുഴുവൻ അവർക്കെതിരാണ്. എന്തിനാണ് നമ്മളൊരിക്കൽ കണ്ടതാണത്. അതെ, അത് ജനങ്ങളെതിരാണ്. ആന്റണി ജനങ്ങൾ സർക്കാരിന്റെ അതിശക്തമായിട്ട് കാലത്ത് എതിരാണ്. സമരം ചെയ്തിട്ട് അവസാനം ജീവനക്കാർ തോറ്റുപോയി. അല്ല, തോറ്റുപോകുന്ന ഈ കാര്യങ്ങൾ വെക്കുന്ന സമയത്താണ്. അപ്പം അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ ചോദിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആരും എതിർക്കൂല. പക്ഷെ അതിന് പകരം സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് മെഷീൻ വെച്ച് കൃത്യമായിട്ട് പഞ്ച് ചെയ്ത് ഓഫീസിൽ കയറണമെന്നും അങ്ങനെ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ജോലി ചെയ്യണം പറയുമ്പോൾ അത് ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ് സമരം ചെയ്താൽ ജനങ്ങളത് അംഗീകരിക്കില്ല. അപ്പം അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ അവർ യഥാർത്ഥത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ സഖാവേ, അത് പറഞ്ഞപ്പോഴാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ കാര്യം ഇപ്പോൾ അറിയാമല്ലോ. ഇപ്പം പങ്കാളിത്ത പെൻഷനാണ് ഇപ്പം നിലവിലുള്ളത്. ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പഴയത് പുനഃസ്ഥാപിക്കണം എന്നാണ് ഇടതുപക്ഷ സംഘടനകൾ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 2016 അധികാരത്തിൽ കയറിയതിന് ശേഷം CPM-ഉം അവരുടെ സംഘടനയും ഇക്കാര്യത്തിൽ തികഞ്ഞ മൗനത്തിലാണ്. അങ്ങ് എങ്ങനെ കാണുന്നു അതിനെ? അല്ല, നമുക്ക് പെൻഷൻ്റെ കാര്യത്തിൽ പെൻഷൻ ഒരു വലിയ പ്രശ്നമായിട്ട് വരും. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആർക്കും പെൻഷനില്ല. പിന്നീടാണ് നമ്മൾ പെൻഷൻ സ്കീമുകൾ കൊണ്ടുവരികയും അങ്ങനെ പെൻഷൻ സ്കീമുകൾ കൊണ്ടുവന്ന സമയത്ത് അതെങ്ങനെ ദീർഘകാലം നിലനിർത്തി സർക്കാരിന് ബാധ്യതയില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് അന്ന് ഇത് നടപ്പിലാക്കിയവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനം വരികയും അത് ജനങ്ങൾ സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഭരണ സംവിധാനമൊക്കെ അത് അംഗീകരിക്കുകയും അത് നല്ലതാണ് എന്ന് കരുതുകയും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പങ്കാളിത്ത പെൻഷൻ വരുന്നത്. ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻ വരുന്ന സമയത്ത് സർക്കാരിൻ്റെ ഒരു വിഹിതമുണ്ട്, ജീവനക്കാരുടെ ഒരു വിഹിതമുണ്ട്. അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെൻഷനായിട്ട് രൂപപ്പെട്ട് പിന്നീട് അവർക്ക് പെൻഷൻ നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. അത് എങ്ങനെയാണ് വയബിളായി തീരുന്നത് അതിനനുസരിച്ച് ചെയ്യുക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പുതിയ തലമുറയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതെ, പക്ഷെ ശരിക്കും ഒരു വലിയ വെല്ലുവിളിയാണ്. അതെ, വലിയ വെല്ലുവിളിയാണ്. അതാണ് പൊതുവേ നമ്മളിപ്പം അതിൻ്റെ അകത്ത് ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനമാണ് വേണ്ടത്. സംഘടനകളും അതേപോലെ തന്നെ സർക്കാരും എടുക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ സംഘടനകൾ പറയും ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശരി, അങ്ങനെ തന്നെ തുടരണം എന്ന് പറയുകയും സർക്കാരുകൾ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ വെച്ചാൽ അല്ലെങ്കിൽ പാർട്ടികൾ അത്തരം വാഗ്ദാനങ്ങൾ വെച്ച് ഭരണത്തിൽ കയറുകയും ചെയ്യും. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതാണ് സംഭവിച്ചതാണ് പ്രശ്നം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടപ്പിലാക്കാതെ വരുമ്പോൾ അത് ശരിയല്ലെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സങ്കീർണമായ പ്രശ്നമാണ്. അതത്ര എളുപ്പമല്ല. അതിനൊപ്പം തന്നെ ഒരു രാജ്യം ഒരൊറ്റ പെൻഷൻ എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും ഈ സമൂഹത്തിൽ ജനസേവനം ചെയ്തതിന് പോകുന്നവരാണ്. സർക്കാരിനെ മാത്രം സേവിച്ച് അല്ല ബഹുഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്നത്. കുറച്ച് പേരാണ് സർക്കാർ ജീവനക്കാർ, ബാക്കി അല്ലാത്ത ആളുകളുണ്ട്. എത്രയോ പേർക്ക് ഒരു പെൻഷനും കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻ്റെ കാര്യം എന്താണ്, ഒരാൾക്ക് 1000 രൂപ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു എന്താണ് പ്രതിസന്ധി ആ കാര്യത്തിലുണ്ട്. പ്രതിസന്ധിയുണ്ട്. ഇനീക്വാലിറ്റി, അസമത്വം നിലനിൽക്കും. അതൊക്കെ ഒന്ന് പരിഹരിച്ച് എല്ലാവർക്കും ഏതാണ്ട് തുല്യമായിട്ടുള്ള രീതിയിൽ പെൻഷൻ കിട്ടുന്ന സംവിധാനത്തിലേക്ക് പുതിയ ഒരു ചർച്ച ഉയർന്നു വരികയും ഒരു മിനിമം പെൻഷൻ എല്ലാവർക്കും ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഒരു ഇത്തരം ജോലി അനുസരിച്ചിട്ട് കുറച്ച് നമുക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ CPI ഈ ഭരണകക്ഷിയിലെ ഭരണ മുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയാണ്. അവരുടെ ഈ ജീവനക്കാരുടെ സംഘടനയും സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ്? അല്ല, അവർ സമരം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അവർ മാത്രമല്ല, CPM-ൻ്റെ സംഘടനയും സമരം ചെയ്യണം എന്നുള്ളതാണ്. സംഘടനകൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അവർ പാർട്ടി നോക്കി സമരം ചെയ്യേണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ സമരം അനൗൺസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സമരം ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ CPM ഭരിക്കുന്ന സമയത്ത് CPM സംഘടനകളൊന്നും സമരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിലപാട് ശരിയല്ല. ഭരണകൂടം എന്ന് പറയുന്നത് CPM-ൻ്റെ ഭരണകൂടമല്ല. ജനങ്ങളുടെ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനത്തിനകത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി നോക്കിയല്ല സമരത്തിന് ഇറങ്ങേണ്ടത്, എല്ലാവരും കൂടി ഒരുമിച്ച് സമരത്തിന് ഇറങ്ങേണ്ടത്.
സമരം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഉം. അങ്ങനെ സമരത്തിന് ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുകയും പിന്നെ ഇതിൻ്റെ പുറത്ത് ചർച്ച നടക്കുകയും അത് രമ്യമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. കാരണം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉം. ഒരു വിഷയമില്ലാതെ അതുപോലെ തന്നെ എന്താണ് കോൺഗ്രസ് സംഘടനകൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന അതിന് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ ജീവനക്കാർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ സമരം ചെയ്യണം. ആവശ്യങ്ങളുടെ പ്രാധാന്യം ആവശ്യങ്ങളുടെ മനസ്സിലാക്കി സമരം പ്രാധാന്യവും ചെയ്യണം. യാഥാർത്ഥ്യബോധവും രണ്ടുമുണ്ട്. വെറുതെ രണ്ടും വേണം. നമുക്ക് പല ആവശ്യങ്ങളും ഉന്നയിക്കാം. ഉം. നടപ്പിലാക്കാൻ സർക്കാരിനെ നടപ്പിലാക്കാൻ അതെ, പറ്റുന്നത് കഴിയാത്ത ആവശ്യങ്ങൾ എല്ലാം ഉന്നയിച്ചിട്ട് നോക്കിയിട്ട് വേണം. കാര്യമില്ല. അങ്ങനെ അതായത് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാം, സമരം ചെയ്യാം. അതിന് രാഷ്ട്രീയം ഒരു പ്രശ്നമല്ലെന്നാണ് ഞാൻ. തടസ്സമല്ല. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ സമരം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ സമരം ചെയ്യുമ്പോൾ വെക്കേണ്ട മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അധ്യാപകർ സമരം ചെയ്യും. അധ്യാപകർ സമരം ചെയ്യുമ്പോൾ അധ്യാപകരോട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കുട്ടികളെ എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട്? നമ്മളുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന കുട്ടികളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അതെ. അവർക്ക് അക്ഷരം അറിയില്ല. 10ാം ക്ലാസ്സൊക്കെ അവർ പാസ്സായി പുറത്തു വരുന്ന സമയത്ത് ഇംഗ്ലീഷോ മലയാളമോ ഒന്നും കൃത്യമായിട്ട് എഴുതാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുടെ പുറത്താണ്. കുട്ടികൾ, അങ്ങനത്തെ കുട്ടികൾ വരെ ഇങ്ങനെ കുട്ടികളെ പുറത്തിറക്കുന്നതിന് നിങ്ങൾക്ക് എന്തിനാണ് ശമ്പളം തരുന്നതെന്ന് ചോദിക്കുന്ന ആളുകൾ നാട്ടിലുണ്ട്. അപ്പോൾ അവർ ആ കാര്യങ്ങളും കൂടിയൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം സമരത്തിന് ഇറങ്ങാനും അതേപോലെ തന്നെ പ്രവർത്തിക്കാനും. അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഭാവിയല്ലേ, ആ കുട്ടികളെ കർശനമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ സർക്കാരിന് മുന്നേ അവർ നിർദ്ദേശം വെക്കട്ടെ. നമ്മളുടെ ഈ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള പോരായ്മ പരിഹരിക്കാൻ സമരം മാത്രം ചെയ്താൽ പോരല്ലോ. അവർ തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് മുദ്രാവാക്യം പോലെ വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് ആണ് ഈ പോരായ്മകൾ ഉണ്ടാക്കുന്നതെങ്കിൽ പരിഹരിക്കണം. നമ്മൾക്കറിയാം ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം അതെന്തിനാണ്? നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കച്ചവടത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. വളരെ കൃത്യമായിട്ടുള്ള പരീക്ഷ നടത്തി ആ ക്ലാസ്സിൽ ജയിക്കുന്ന കുട്ടികളെ മാത്രം ജയിപ്പിച്ച് വിട്ടാൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ആ അധ്യാപകരൊക്കെ അവിടെ നിന്ന് പുറത്താവേണ്ടി വരും. അതെ, വിദ്യാഭ്യാസ സ്ഥാപനം നില പോലും പൂട്ടേണ്ടതായിട്ട് വരും. ഇത്തരം ഒരു സംവിധാനത്തിനകത്ത് പെട്ടുപോയത് കൊണ്ടാണ്, രാവണൻ കോട്ടക്കകത്ത് പെട്ട അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒന്നും അറിയാത്ത കുട്ടികളെ പതുക്കെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ഗതികേടിൽ ഇവർ എത്തിയിരിക്കുക. ഇതിന് പരിഹാരം ഇവർക്ക് തന്നെ കണ്ടെത്താം. കാരണം എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ മോശമായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു മാസമെങ്കിലും കൃത്യമായിട്ട് കോച്ചിങ് കൊടുത്ത് ശരിയാക്കി അടുത്ത ക്ലാസ്സിലേക്ക് അവർ വിട്ടാൽ മതി. ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ അഡീഷണൽ വർക്ക് ലോഡാണ്. അതൊന്നും ചെയ്യാൻ ഇവർ തയ്യാറില്ല. എന്താണ് ഇവരുടെ വർക്ക് ലോഡ് എന്നുള്ളതൊക്കെ ആളുകൾ ചോദ്യം ചെയ്യും കുറച്ച് കഴിയുന്ന. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും അതേപോലെ തന്നെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിർവഹിക്കും എന്ന് പറയുന്ന പ്രഖ്യാപനം കൂടി ഈ സമരത്തിനൊപ്പം ഉണ്ടായാൽ നമുക്ക് സന്തോഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഹ്വാനം ചെയ്ത ആ പഴയ മുഖ്യമന്ത്രിയെ ഇത്തരുണത്തിൽ നമുക്ക് സ്മരണീയനാണ്. ജീവനക്കാർ അവരുടെ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനൊപ്പം തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനൊപ്പം തങ്ങളുടെ കടമകൾ കൂടി നിർവഹിക്കാൻ തയ്യാറാകണം. അങ്ങനെ കടമകൾ നിർവഹിക്കാൻ തയ്യാറായൊരു ജീവനക്കാരുടെ സമൂഹത്തിന് കൃത്യമായിട്ടും ആനുകൂല്യങ്ങൾ നൽകുക, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാതെ അവരെ സംരക്ഷിക്കുക, അതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്വമാണ്. പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും വിട്ടുവീഴ്ചകൾ ചെയ്തും ആ സർക്കാരും ജീവനക്കാരും ഒരുമിച്ച് മുന്നോട്ട് പോയാലേ നമ്മുടെ രാജ്യം വികസിക്കുകയുള്ളൂ. ഇത് ജീവനക്കാരുടെ സംഘടനകളും തിരിച്ചറിയണം, സർക്കാരും തിരിച്ചറിയണം. നന്ദി.